ഇപ്പൊ ഈ കൊല്ലത്ത് 2016 പുറ്റിങ്ങൽ അപകടത്തോടു കൂടിയാണ് കേരളത്തില് ഈ വെടിക്കെട്ട് നിരോധനം എന്നുള്ള രീതിയിലുള്ള ഒരു ചെറിയ തരത്തിലെങ്കിലും ഒരു ചർച്ചയൊക്കെ ഉണ്ടായത്. ആ സമയത്ത് ഇപ്പോ അന്ന് ഉമ്മൻചാണ്ടി പ്രായോഗികമല്ല എന്നുള്ളൊരു സ്റ്റാൻഡായിരുന്നു പറഞ്ഞത്. അന്ന് എ കെ ആന്റണിയാണ് ഒരു ചർച്ചയ്ക്കെങ്കിലും തുടക്കമിട്ടിരുന്നു ആ ഘട്ടത്തിൽ. അതായത് വെടിക്കെട്ട് എന്തുകൊണ്ട് നിരോധിച്ചുകൂടാ, നമ്മുടെ മതമേലധ്യക്ഷരും സാംസ്കാരിക പൊതുപ്രവർത്തകരും എല്ലാവരും ചേർന്ന് അത്തരത്തിലൊരു സാധ്യത എങ്കിലും ചർച്ച ചെയ്ത്. പക്ഷെ പിന്നീട് 2008 ഈ എക്സ്പ്ലോസീവ് അമെന്റ്മെന്റ് ബില്ല് അത് 2024 വന്നപ്പോ അമെന്റ് ചെയ്ത് വന്നപ്പോ ഒരു വീണ്ടും ഇതുപോലെ ഇതിന് കർശനമായ നിയന്ത്രണങ്ങൾ, ഇപ്പൊ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടാണ് അതില് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. പക്ഷെ ആ ഘട്ടത്തില് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ കെ രാജൻ, ഇവരൊക്കെ പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നത് ഇത് പ്രായോഗികമല്ല, പൂരത്തിനെതിരായുള്ള ദേശീയ ഗൂഢാലോചന എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പറഞ്ഞത്. അതായത് 100 മീറ്റർ പരിധിക്ക് അപ്പുറത്ത് വെടിക്കെട്ട് നടത്താൻ അത് പറ്റില്ല. അതായത് 45 മീറ്റർ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ആ രീതിയിലായിരുന്നു കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത്. അത് 60 മീറ്ററോ 70 മീറ്ററേ നടക്കുകയുള്ളൂ. തെക്കിൻകാട് മൈതാനത്ത് നടക്കുമ്പോ അങ്ങനെ നടക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന് പ്രായോഗികമായ ഒരു ബദൽ ആലോചിക്കുന്നതിന് പകരം വെടിക്കെട്ട് എന്താ പറയാ, ഈ പാരമ്പര്യത്തിന്റെയും അല്ലെങ്കിൽ ആചാരത്തിന്റെയും ഒക്കെ ഭാഗമായിട്ട് നമുക്ക് നടത്താതിരിക്കാൻ ഒരിക്കലും പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു രാഷ്ട്രീയ നേതൃത്വം എപ്പോഴും ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഈ നമ്മുടെ വെടിക്കെട്ട് അപകടങ്ങളുടെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാലും കൂടുതലും വെടിക്കെട്ട് അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതായത് ഉത്സവങ്ങളോടനുബന്ധിച്ച് കൃത്യമായ വെടിക്കെട്ട് നടക്കുന്ന സമയത്തല്ല കൂടുതലും. അതായത് പലപ്പോഴും നടന്നിട്ടുള്ളത് ഇതുപോലെ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്ന സ്ഥലത്താണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അവിടെ ഏത് തരത്തിലുള്ള മാനദണ്ഡങ്ങളാണ് ഇപ്പൊ ഇതിന്റെ പശ്ചാത്തലത്തിൽ പോലും നമ്മളത് കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടോ?